നമ്മെ ഞെട്ടിപ്പിക്കുകയും നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങൾ ഓരോ നിമിഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മീഡിയയിലൂടെ നമ്മൾ കണ്ടു, ആറ്റുനോറ്റ് വളർത്തിയ സ്വന്തം മകൻ മാതാവിനെയും പിതാവിനെയും ലഹരിയുടെ ആസക്തി ദുഷ്കരണം കൊന്നുകളഞ്ഞത് നമ്മുടെ പത്രമാധ്യമങ്ങളുടെ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം അതിനെയെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ഇന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഒരു വലിയ കുത്തൊഴുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ലഹരി എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഇല്ലാതിരുന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ ഇന്ന് പ്രായഭേദമന്യേ കൊച്ചുകുട്ടികളുടെയും യൗവനക്കാരുടെ കയ്യിലും യുവാക്കന്മാരുടെ കയ്യിലും ലഹരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി എന്ന പദാർത്ഥം മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് അവരുടെ ഭാവി ജീവിതത്തെയും അവരുടെ കുടുംബങ്ങളെയുമാണ് അതിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജീവിതത്തിനകത്ത് നമ്മുടെ ഈ ഇന്ത്യ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായി അറിയാം. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചടിമത്തത്തിലേക്ക് വിട്ട് അതിൽ നിന്നും ആ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കുവാൻ പ്രയത്നിച്ച അനേക മഹാത്മാരെ നമ്മൾ അനുസ്മരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഒരു അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുവാനിടയാണ്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ പലതും നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എന്താണ് നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അതാണ് ലഹരി പദാർത്ഥങ്ങൾ, മദ്യപാനം, അതുപോലെ നമ്മുടെ യുവതലമുറകളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങളാണ്